ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. NCLEX, OSCE എന്നീ എൻട്രൻസ് എക്സാമിനായിട്ടുള്ള ട്രെയിനിങ്, GCAN കോഴ്സ്, ഓസ്ട്രേലിയയിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസ, ഇവയെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് മിസ്റ്റർ തോമസ് ചെറിയാൻ, ജനറൽ മാനേജർ ഓഫ് MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. സോ സർ, ഒരു നഴ്സിന് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഓസ്ട്രേലിയക്ക് പുറത്ത് എവിടെയെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് 1 മൈഗ്രേഷനാണ്, 2 സ്റ്റഡി അബ്രോഡാണ്. ഓക്കെ, നൗ ഇൻ ഓർഡർ ടു ഗെറ്റ് എ മൈഗ്രേഷൻ അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ്. സോ രജിസ്ട്രേഷൻ ഇല്ലാതെ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ മൈഗ്രേഷൻ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് സ്റ്റഡി അബ്രോഡാണ്. അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ വഴി അവർക്ക് പോയി അവർക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് രജിസ്ട്രേഷൻ എടുത്ത് അവർക്ക് സെറ്റിൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഗെറ്റിംഗ് സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ഓക്കെ, ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഏപ്രിലിൽ നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. അവിടെ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് OBA പ്രോസസ്സാണ്, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് പ്രോസസ്സാണ്. ഈ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 2 പാർട്ടാണ്. പാർട്ട് 1 ഈസ് doing theory part, which is multiple choice questions or NCLEX RN. They have to clear that. Then the second part is OSCE. They have to be in Australia to do that program. OSCE complete ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രേഷനിലേക്ക് പോകാം. സോ ദാറ്റ് ഈസ് എ രജിസ്ട്രേഷൻ പ്രോസസ്. ഓക്കെ, സോ ഇതെല്ലാം കൂടി ഇപ്പോൾ സാർ കുറേ പ്രോസസ്സിങ്ങിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഇതെല്ലാം ചേർന്നിട്ടൊരു പാക്കേജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്ക്? യെസ്, പാക്കേജ് MWT ഈസ് പ്രൊവൈഡിങ് ഒരു RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പാക്കേജ്, ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. സോ ഈ RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ഇൻക്ലൂഡഡ് എവറിത്തിങ് എ നേഴ്സ് needs for getting registered in Australia or get settled in Australia. Now what are those? One is registration process ചെയ്യണം. അപ്പോൾ registration process MWT will support them. Okay, and for registration process ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു NCLEX RN OSCE ചെയ്യണം. So we provide NCLEX RN training as well as OSCE training. ഇനി ഇതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റാണ്. ലെവൽ 7 വേണം. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. റൈറ്റിംഗിന് 6.5 മതി, എന്നാലും ലാംഗ്വേജ് കോഴ്സ് ആവശ്യമാണ്. സോ വി ഗിവ് ദം E2E പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ അവർക്ക് GCAN കോഴ്സ് ചെയ്യുന്നതോടുകൂടി അവർക്ക് അവിടെ ചെന്ന് OSCEയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. സോ ദേ ആർ അപ്സ്കില്ലിംഗ് ദെയർ ബാച്ചിലേഴ്സിന് GCAN ചെയ്യുന്നതോടുകൂടി അവർക്ക് ലെവൽ 8ലേക്ക് എത്തും. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദം. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്നതോടു കൂടി പാർട്ട് ടൈം ജോബും ചെയ്യാം, OSCEയുടെ ട്രെയിനിങ്ങും കിട്ടും, OSCE കംപ്ലീറ്റും ചെയ്യാം. ഇതാണ് RN ബ്രിഡ്ജിങ്. പക്ഷേ ഇതിനകത്തൊരു ക്രൈറ്റീരിയ ഉള്ളത് അവർ ഇവിടുന്ന് തന്നെ NCLEX RN പാസ്സായിട്ട് ലാംഗ്വേജും ക്ലിയർ ചെയ്തിട്ട് വേണം ഈ GCAN കോഴ്സിലേക്ക് പോകാൻ. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. ഓക്കെ, ആൻഡ് വി ആർ ഗിവിംഗ് ദം എ സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ സപ്പോർട്ട് program also. This is also a program included in this, which will benefit them when they are in Australia. They can do part-time jobs in aged care sector. Okay, so this is a complete package which we are providing for a nurse. അവർക്ക് MWT RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോൾ പ്രോസസ്സിലേക്ക് ഞങ്ങൾ അവരെ സെറ്റിൽ ചെയ്യുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഡൗട്ട്സും ക്ലാരിഫിക്കേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക, MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ കണക്റ്റഡ്.